ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ട്രഡീഷണൽ ഐറ്റമായ ഇലയുടെയും ഓട്ടടയുമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, അതുപോലെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ഞാനൊരു ബൗളിൽ 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് അപ്പത്തിനും പത്തിരിക്കും ഒക്കെ ഉപയോഗിക്കുന്ന പൊടിയാണിത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അതിനുശേഷം നല്ല തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കാം. എനിക്കിവിടെ 2 കപ്പ് പൊടിക്ക് 2.5 കപ്പ് തിളച്ച വെള്ളം ആവശ്യമായി വന്നു. ഓരോ അരിപ്പൊടിയുടെയും വറവനുസരിച്ച് അല്പസ്വല്പം വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം വരാം. ഇനി നമുക്ക് അല്പം ചൂട് കുറഞ്ഞിട്ട് പരത്തിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫില്ലിങ്ങിനുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ച് 1 കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്തതും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ശർക്കര ഉരുക്കി മാറ്റി വെക്കാം. മറ്റൊരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 8-10 നട്ട്സ് ചെറുതായി ഒന്ന് നുറുക്കിയത് ഇട്ട് കൊടുക്കാം. നട്ട്സ് ഒന്ന് അല്പം നിറം മാറാൻ തുടങ്ങുമ്പോൾ കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർക്കാവുന്നതാണ്. ഉണക്കമുന്തിരി ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് തിളപ്പിക്കാം. ശർക്കരപ്പാനി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്തിളക്കാം. ഞാനിവിടെ 1 കപ്പ് ശർക്കര ചിരകിയതിന് 2 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. തേങ്ങയും ശർക്കരയും കൂടി യോജിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് അവൽ ചേർത്ത് ഒരു 1 മിനിറ്റ് ഇളക്കാം. അതിനുശേഷം ഇതിലേക്ക് ഏലക്ക, ജീരകം, ചുക്ക് ഇവ 3ഉം കൂടി പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് ഇളക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3-4 ഏലക്ക, 3/4 ടീസ്പൂൺ ജീരകം, 1/4 ഇഞ്ച് നീളത്തിലുള്ള ചുക്ക് ഇവ 3ഉം കൂടി ചേർത്ത് പൊടിച്ചതാണ്. ഇനി ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം നീളത്തിൽ 4ആയി മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിളക്കാം. എല്ലാം കൂടി നമുക്ക് ഒരു 1-2 മിനിറ്റ് ഇളക്കിയെടുത്താൽ ഫില്ലിങ്ങിനുള്ള കൂട്ട് റെഡിയായി. ഇപ്പോൾ നമ്മുടെ മാവ് അല്പം തണുത്തിട്ടുണ്ട്. നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് നല്ല തിളച്ച വെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ മാവ് നന്നായി വെന്ത് കിട്ടുകയുള്ളൂ. അതുപോലെ നമുക്ക് നല്ല സോഫ്റ്റ് അട ലഭിക്കുകയും ചെയ്യും. കണ്ടില്ലേ, നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ആയിരിക്കണം. വാഴയില ചെറിയ പീസാക്കിയതിന് ശേഷം നന്നായി തുടച്ചെടുത്തതാണ്. ഇനി നമുക്ക് കുറച്ച് മാവ് എടുത്തു വെച്ച് പരത്താം. ഇടയ്ക്ക് കൈ വെള്ളത്തിൽ നനച്ചിട്ട് പരത്തിയാൽ എളുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. പറ്റാവുന്ന അത്രയും കനം കുറച്ച് പരത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് സോഫ്റ്റ് ഇലയട ലഭിക്കുകയുള്ളൂ. ഇത്രയും പരത്തിയാലും മതി. ഇതുപോലെ പരത്തിയിട്ട് ഫില്ലിങ് വെച്ച് അടച്ചാലും നല്ല സോഫ്റ്റ് ഇലയട ലഭിക്കും. പിന്നെ നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഇലയട ലഭിക്കണമെങ്കിൽ വളരെ നൈസായി ഇതുപോലെ കൈ വെച്ച് വടിച്ചെടുത്താൽ മതി. ഈ മാവ് കളയണ്ട, അടുത്ത അട പരത്തുന്നതിൽ ചേർത്താൽ മതിയാകും. ഇതുപോലെ ചെയ്തെടുക്കുന്ന ഇലയട പിറ്റേ ദിവസത്തേക്ക് ഇരുന്നാലും അതിൻ്റെ സോഫ്റ്റ്നെസ് ഒട്ടുമേ നഷ്ടപ്പെടാതെ ഇരിക്കും. ഇതിലേക്ക് നമുക്ക് ഒരു വശത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുത്തത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ അടയും പരത്തി ഫില്ലിംഗ് വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് 2 കപ്പ് അരിപ്പൊടിക്ക് 10 ഇലയടയാണ് കിട്ടിയത്. 2 പ്ലേറ്റിലായിട്ട് 5 എണ്ണം വീതം വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം, മറ്റേ പ്ലേറ്റിൽ നമുക്ക് ചുട്ടെടുക്കാം. ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അട ഓരോന്നായി എടുത്തു വെക്കാം. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇലയട വെന്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് അല്പം ചൂടാറിയതിന് ശേഷം തുറന്നു നോക്കാം. ഈ സമയത്ത് നമുക്ക് ഓട്ടട തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ പഴയ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്.
നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഞാനിവിടെ അട 2 എണ്ണം വെക്കുന്നുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. തീ കൂട്ടി വെച്ചാൽ ഇല മാത്രം കരിയും, നമ്മുടെ അട വെന്ത് കിട്ടുകയില്ല. അതുകൊണ്ട് പതുക്കെ ഇരുന്ന് വേകണം. തീ കുറച്ച് വെച്ച് 2 വശവും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഇല നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ വേവിച്ചെടുക്കണം. പഴയ കാലത്ത് മൺചട്ടിയിലാണ് ഓട്ടട ചുട്ടെടുത്തിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൺചട്ടിയിലോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ തവയോ എടുക്കാവുന്നതാണ്. നോൺ സ്റ്റിക്കാണ് എടുക്കുന്നതെങ്കിൽ പഴയത് എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. അതിനുശേഷം ബാക്കിയിരിക്കുന്ന അടയും കൂടി ഇതുപോലെ ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചുട്ടെടുത്ത ഓട്ടടയും ആവിയിൽ വേവിച്ച ഇലയുടെയും റെഡി ആയിട്ടുണ്ട്. ഓട്ടട പുറമേ നല്ല ക്രിസ്പിയും എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. ആവിയിൽ വേവിക്കുന്ന ഇലയുടെ അതിലോലമായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുടെയാണിത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഇലയുടെയാണിത്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ 2 രീതിയിലും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ആവിയിൽ വേവിച്ചതാണോ ചുട്ടെടുത്തതാണോ കൂടുതൽ ടേസ്റ്റ് എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.